ഒരു ചോദ്യം, ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കുമോ? സാധാരണ യുദ്ധത്തിൽ എന്ന പോലെ നോക്കുമ്പോൾ ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, നാവികസേന, ഈ രീതിയിൽ നോക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ്. ഇസ്രയേൽ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനവും ശക്തമായ ഇന്റലിജൻസ് നെറ്റ്വർക്കുമുള്ള രാജ്യമാണ്. ഇറാൻ നേരിട്ടുള്ള വ്യോമനാവിക ശക്തിയിൽ ഇവരെക്കാൾ പിന്നിലാണ്. അതുകൊണ്ട് വലിയ കൺവെൻഷണൽ വാറിൽ ഇറാൻ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇറാന്റെ ലക്ഷ്യം നേരിട്ട് ജയിക്കുക എന്നതല്ല. അവരുടെ യുദ്ധതന്ത്രം വേറെയാണ്. അസിമെട്രിക് യുദ്ധം, പ്രോക്സി ഗ്രൂപ്പുകൾ, ദീർഘദൂര മിസൈൽ ഭീഷണി, സാമ്പത്തിക സമ്മർദ്ദം. ഇതാണ് ഇറാന്റെ യഥാർത്ഥ ആയുധങ്ങൾ. ഹോർമുസ് കടലെടുത്ത് ലോകത്തിന്റെ ഓയിൽ ചോക്ക് പോയിന്റ്. നിങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ്. ലോകത്തെ ഏകദേശം 20% എണ്ണ ഇവിടെ കൂടിയാണ് കടന്നുപോകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി പാത. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഗൾഫിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. ഇവിടെ പ്രശ്നമുണ്ടായാൽ എന്താകും? എണ്ണവില ഉയരും, ഷിപ്പിംഗ് ഇൻഷുറൻസ് ചെലവ് കൂടും, ചരക്ക് ഗതാഗതം വൈകും, ആഭ്യന്തര വിലക്കയറ്റം വർദ്ധിക്കും. ഇത് അമേരിക്കയെയോ ഇസ്രായേലിനെയോ മാത്രം ബാധിക്കില്ല. ഇന്ത്യ, യൂറോപ്പ്, ഏഷ്യ എല്ലാം ബാധിക്കും. അതാണ് ഇറാന്റെ തന്ത്രത്തിലെ പ്രധാന ഭാഗം. ബാറ്റിൽ ഫീൽഡ് വിപുലീകരിക്കൽ എന്നത് എന്താണ്? ഒരു രാജ്യം നേരിട്ട് ജയിക്കാൻ കഴിയില്ലെങ്കിൽ അത് എന്തു ചെയ്യും? യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതം മറ്റുള്ളവരിലേക്കും പടർത്തും. ആഗോള സമ്മർദ്ദം സൃഷ്ടിക്കും. അന്താരാഷ്ട്ര ഇടപെടൽ വരുത്താൻ ശ്രമിക്കും. ഇത് അസിമെട്രിക് യുദ്ധത്തിലെ സാധാരണ തന്ത്രമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഇറാൻ ഔദ്യോഗികമായി ഇന്ത്യയെയോ ഗൾഫ് രാജ്യങ്ങളെയോ ലക്ഷ്യമിടുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ഒരു തന്ത്രപരമായ വിശകലനമാണ്, പ്രവചനമല്ല. റീജീം ചേഞ്ച് യാഥാർത്ഥ്യമോ? ചില നേതാക്കൾ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഡൊണാൾഡ് ട്രംപ് പല പ്രസ്താവനകളിലും കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ചരിത്രം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇറാഖ് 2003 ശേഷം, ലിബിയ 2011 ശേഷം ഒരു നേതാവിനെ മാറ്റിയാൽ മാത്രം സ്ഥിരത വരില്ല. പ്രശ്നം ആർക്കാണ് സൈന്യത്തിന്റെ വിശ്വാസം? റവല്യൂഷണറി ഗാർഡ് ആരെ പിന്തുണക്കും? ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന നേതാവ് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ പവർ വാക്യൂം ഉണ്ടാകും. അത് അസ്ഥിരതയിലേക്ക് നയിക്കും. 4 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം തീരാമോ? സൈനികമായി എയർ സ്ട്രൈക്കുകൾ വേഗത്തിൽ നടക്കാം, അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാം. പക്ഷേ രാഷ്ട്രീയമായി ഭരണകൂടം മാറ്റുന്നത് സമയമെടുക്കും. സാമ്പത്തിക ആഘാതം ദീർഘകാലം തുടരും. അതുകൊണ്ട് 4 ആഴ്ച എന്നത് സൈനിക കാഴ്ചപ്പാടിൽ സാധ്യതയുള്ളതായിരിക്കാം. പക്ഷേ രാഷ്ട്രീയമായി അത്ര ലളിതമല്ല. ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? ഇന്ത്യക്ക് 3 വലിയ ആശ്രിതത്വങ്ങളുണ്ട്. എണ്ണ ഇറക്കുമതി, ഗൾഫ് വ്യാപാരം, വലിയ പ്രവാസി സമൂഹം, ഗൾഫ് മേഖലയിലെ അസ്ഥിരത, ഇന്ധനവില വർധന, വിലക്കയറ്റം, ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. അതായത് ഈ യുദ്ധം വെറും മിഡിൽ ഈസ്റ്റിന്റെ പ്രശ്നമല്ല, ഇത് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ പ്രശ്നമാണ്. യുദ്ധം വ്യാപിപ്പിക്കുക, സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുക, ആഗോള ഇടപെടൽ വരുത്തലുകൾ, സമയം നേടുക. ഇതാണ് അസിമെട്രിക് തന്ത്രത്തിന്റെ സാരാംശം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ കാര്യങ്ങൾ നിരവധി രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൊമന്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.